ദീപിക എഡിറ്റേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. വിലങ്ങാടിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ജൂലൈ 30 രാത്രിയിൽ അലറി വിളിച്ചെത്തിയ ഉരുള നക്കിത്തുടച്ച ഒരു പ്രദേശം. ഇപ്പോൾ അവരുടെ പുതിയ സ്വപ്നങ്ങൾ വിരിയുകയാണ്. KCBC നിർമ്മിച്ച 70 വീടുകൾ അവർ ദുരന്തബാധിതർക്കായി നാളെ കൈമാറുകയാണ്. ഈ വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ചീഫ് ന്യൂസ് എഡിറ്റർ CK കുര്യാച്ചൻ ചേരുന്നു. ഏവർക്കും സ്വാഗതം. വിലങ്ങാട് അതുപോലെ തന്നെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായ ദിനമാണ് ജോൺസൺ പറഞ്ഞതുപോലെ 2024 ജൂലൈ 30. നമുക്കറിയാം, അതിൽ കേരളം മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികളും ഒരുപാട് സുമനസ്സുകളും അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അതിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. വിലങ്ങാട് ഒരു മരണമേ നടന്നുള്ളൂ. അതുകൊണ്ട് സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധ ഉണ്ടായില്ല. പക്ഷെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ അനാഥമായി, ജീവിതമാർഗം വഴിമുട്ടി, വീടുകൾ നഷ്ടപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം പാറക്കെട്ടുകളും ചെളിക്കുണ്ടുകളുമായി മാറി. അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ കാര്യമായി നടന്നില്ല. ആരും അധികം ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലേക്ക് പോയി. വലിയ ദുരന്തം. 238 പേരോളം അവിടെ മരിച്ചു. അത് സത്യമാണ്. വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ വിലങ്ങാടുള്ളവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. അതാണ് KCBC ചെയ്ത ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. എല്ലാവരാലും ത്യജിക്കപ്പെട്ട് കിടന്ന വിലങ്ങാട് പ്രദേശത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് KCBC, അതായത് ഒരു വലിയ ദുരന്തം വന്നപ്പോൾ ഇവിടെ അധികം മരണം സംഭവിച്ചില്ല എന്നതുകൊണ്ട് ആൾക്കാർ ഇതിനെ, അല്ലെങ്കിൽ സേവനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും പോയവർ വിലങ്ങാടിനെ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് അവഗണിച്ചു വിട്ടു. തീർച്ചയായും. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ. വയനാടിന് തുല്യമായ ഒരു ദുരന്തം തന്നെയാണ് ഈ വിലങ്ങാടും ഉണ്ടായത്. വിലങ്ങാട് ജീവൻ നഷ്ടപ്പെടാണ്ടിരുന്നതിന് കാരണം ഈ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു മാത്യു മാഷുണ്ട്. അദ്ദേഹം എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്ത് ആളുകൾ രക്ഷപ്പെട്ടു. കുന്നിൻ മുകളിലേക്ക് കൊണ്ടാണ് അവിടെ മരണമുണ്ടാകാതിരുന്നത്. പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മറ്റൊന്നും കൂടി നോക്കണം. ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുക 773.98 കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിന് വേണ്ടി മാത്രമായി വന്നു. അതിപ്പോഴും വെബ്സൈറ്റിൽ ആ കണക്ക് കിടപ്പുണ്ട്. അതിലിപ്പോൾ 2 വർഷമാകുമ്പോൾ ചെലവഴിച്ച തുക 171.05 കോടി രൂപ മാത്രമാണ്. ഏതാണ്ട് ഒരു 15% താഴെ മാത്രമേ തുകയെ ഇത് ചെലവഴിച്ചിട്ടുള്ളൂ. ഇത്രമാത്രം തുക വന്നിട്ട് അത് ചെലവഴിക്കാൻ കഴിഞ്ഞത്, നമ്മൾ കൊട്ടിഘോഷിച്ച് വലിയ വയനാട് ടൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് പദ്ധതികൾ പറഞ്ഞിട്ടും നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത് 171.05 കോടി രൂപ. അല്ല, അവിടെ ഈ വിലങ്ങാട് വലിയൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും. അവിടെയാണ് അവർ 410 വീടുകൾ ഉണ്ടാക്കാനാണ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് വയനാട്ടിൽ. അതിൽ 178 വീടുകൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായത്. എന്നിട്ടും അവരെ അവർ വീടുകളിലേക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ വിലങ്ങാടിനെ കാണേണ്ടത്. ഈ നിർമ്മിച്ച വീടുകളിൽ തന്നെ ഇപ്പോൾ പല പല പ്രശ്നങ്ങളും വിള്ളലുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പം മറ്റൊരു ചോദ്യമുണ്ട് ജോൺസ്. അതായത് കത്തോലിക്ക സഭ എന്താണ് ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ FCRA വിഷയം വന്നപ്പോൾ അത് പലരും ഉയർത്താറുണ്ട്. സഭ എന്ത് സാമൂഹ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത്? ആർക്കാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ആർക്കാണ് സഹായം ചെയ്ത്? അവര് വിലങ്ങാടേക്കൊന്ന് പോകണമെന്നാണ് എനിക്ക് പറയാൻ. വിലങ്ങാടി എന്ന് ഈ കാഴ്ച കാണണം. നാളെ വൈകുന്നേരം അവിടെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. നാളെയോ അത് കഴിഞ്ഞോ ഇവർ ഈ വിലങ്ങാട് പോയി ഈ പ്രദേശങ്ങളെ, ഈ 70 വീടുകളെയും സന്ദർശിച്ച് അവിടുത്തെ ആളുകളോട് ചോദിക്കണം സഭ ഇവിടെ എന്തു ചെയ്തു എന്ന്. അതിമനോഹരമായ വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അവിടെ ഈ വീട് ലഭിച്ചവരും നാട്ടുകാരും പറയുന്നത്. നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് ടൗൺഷിപ്പിലെ പോലെ ഒരുപോലെയുള്ള വീടുകളല്ല, ഓരോ കുടുംബത്തിന്റെയും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും. സാധാരണ ഇങ്ങനെയുള്ള വീടുകളെല്ലാം നിർമ്മിക്കുമ്പോൾ ഒരേ പ്ലാൻ ആയിരിക്കും എല്ലാ വീടിനും. പക്ഷേ ഇത് ഓരോ വീടിനും വ്യത്യസ്തമായ പ്ലാനുകളും വ്യത്യസ്തമായ സൗകര്യങ്ങളും വ്യത്യസ്തമായ രീതികളും എല്ലാം. കുറഞ്ഞ അംഗങ്ങളുള്ള വീടുകൾക്ക് ചെറിയ വീട് മതി.
അംഗങ്ങൾ കൂടിയ വീടിനാകുമ്പോൾ അതിന് വലിപ്പം വേണം. അത് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു വീട് നിർമ്മാണമാണ് അവിടെ നടന്നിരിക്കുന്നത്. സ്വന്തം വീട് പോലെ അവർക്കത് സ്വീകരിക്കാം, തീർച്ചയായും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വീടാണ്. അവരുടെ ജീവിതത്തിന് ചേരുന്ന വിധത്തിൽ അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മറ്റൊരു കണക്ക് കൂടി നമ്മൾ നോക്കണം. ഇതിന് വിവിധ രൂപതകൾ, കേരളത്തിലെ കത്തോലിക്ക രൂപതകളെല്ലാം കൂടി സമാഹരിച്ചത് 11.34 കോടി രൂപയാണ്. യഥാർത്ഥത്തിൽ 11,34,40,026 രൂപയാണ് കളക്ട് ചെയ്തത്. അതിൽ ചെലവഴിച്ചിരിക്കുന്നത്, ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് ഇതുവരെ 10,34,10,922 കോടി രൂപയാണ്. അതായത് കിട്ടിയ പണത്തിന്റെ ഏതാണ്ട് സിംഹഭാഗവും 90% ചെലവഴിച്ചു കഴിഞ്ഞു. ഇവരുണ്ടാക്കുന്ന വീടുകൾ കുറച്ചൊന്നുമല്ല, 138 വീടുകളുടെ പദ്ധതിയാണ് വയനാട്ടിലും വെലങ്ങാടുമായിട്ട്. അതായത് മാനന്തവാടി രൂപത ഏറ്റെടുത്തിരിക്കുന്നത് 46 വീടുകളായിരുന്നു. KCBCയുടെ സഹായത്തോടെ മാനന്തവാടി രൂപത നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് 46 വീടുകളാണ്. അതുകൂടാതെ അവർ 4 വീടുകൾ കൂടി അവരുടെ സ്വന്തം രൂപതാ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനുള്ള പദ്ധതികൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 70 വീടുകൾ വിലങ്ങാടും 68 വീടുകൾ വയനാട്ടിലുമായിട്ടാണ് പണിയുന്നത്. 138 വീടുകൾ. ബത്തേരി രൂപത 13 വീടുകൾ KCBCയുടെ സഹായത്തോടെയും സ്വന്തമായി 5 വീടുകൾ നിർമ്മിക്കുന്നു. താമരശ്ശേരി രൂപത 41 വീടുകൾ KCBCയുടെ സഹായത്തോടെയും 29 വീടുകൾ സ്വന്തമായി നിർമ്മിക്കുന്നു. അങ്ങനെ 138 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിലാണ് 70 എണ്ണം പൂർത്തിയാകുന്നത്. ഈ സർക്കാർ സംവിധാനങ്ങളുടെയും ഈ സഭാ സംവിധാനങ്ങളുടെയും പണവിനിയോഗം അല്ലെങ്കിൽ ആത്മാർത്ഥത, നമ്മളവിടെ കാര്യക്ഷമത തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കണം. അത് മാത്രമല്ല, ഈ വീടുകൾ മാത്രമല്ല, വീടുകളിലേക്ക് വേണ്ട ഉപകരണങ്ങളെ, അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളെ, പിന്നെ അവർക്ക് ജീവനോപാധികളായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഒരു സമ്പൂർണ്ണ പുനരധിവാസമാണ് അവിടെ. ഇത് സർക്കാർ ചെയ്തതുപോലെ ഇവർ ആദ്യമേ തന്നെ ദുരന്തമുണ്ടായപ്പോൾ തന്നെ ഇവർക്ക് ആവശ്യമായ മാനസികമായ സപ്പോർട്ട് കൊടുത്തു, ഇവർക്ക് കൗൺസിലിംഗ് കൊടുത്തു, വീട്ടുപകരണങ്ങൾ കൊടുത്തു, പണം കൊടുത്തു. അപ്പം അത്തരത്തിലുള്ള ഒരു നല്ല പുനരധിവാസ പാക്കേജ് KCBCയുടെ നേതൃത്വത്തിൽ, യഥാർത്ഥത്തിൽ അത് അന്നത്തെ പ്രസിഡന്റ് കർദിനാള് മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ ഇനിഷ്യേറ്റീവിൽ വളരെ നല്ലൊരു ആസൂത്രണമാണ് അവിടെ നടന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിൽ. അതെ, ഇപ്പോൾ KCBCയുടെ പ്രസിഡന്റ് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. അദ്ദേഹത്തിൻ്റെയും നേതൃത്വത്തിൽ അത് വലിയ ഒരു വിജയമായിട്ടിരിക്കുകയാണ്. കേരള സമൂഹം ഇതുവരെയും ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങളോ മുഖ്യധാരാ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പലയിടത്തും ഒരു വീടുകളും 2 വീടുകളും ഒക്കെ നിർമ്മിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന പബ്ലിസിറ്റി പോലും പലരും ഈ 70 വീടുകൾ ഏതാണ്ട് 21 മാസം കൊണ്ട്, 2 വർഷം പോലും ആയില്ല, 21 മാസം കൊണ്ട് ഈ വീടുകൾ പൂർത്തിയാക്കിയപ്പോഴത്തേക്ക് അതിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം. ഇതെല്ലാവരും പോയി കാണേണ്ടതാണ്. എങ്ങനെയാണ് ഒരു പദ്ധതി ക്രിയാത്മകമായും കാര്യക്ഷമമായും സമയബന്ധിതമായും എങ്ങനെയാണ് പൂർത്തിയാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു മോഡൽ കൂടിയാണ് ഇപ്പോൾ ഈ തീർച്ചയായിട്ടും എല്ലാ രൂപതകളും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പാലാ രൂപത കൊടുത്തത് 1,10,00,000 രൂപയാണ്. ഇതെല്ലാം വേറെ എവിടുന്നുമല്ല, വിശ്വാസികളുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്ത പണമാണ്. അപ്പോൾ ഇത്തരത്തിൽ 11 കോടിയിലധികം രൂപ കളക്ട് ചെയ്ത് അത് വളരെ കൃത്യതയോടുകൂടി വിനിയോഗിച്ച് അവിടെ ജനങ്ങൾക്ക്, ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ കാണിച്ച ഈ ഒരു വലിയ സംരംഭത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന കേരള സോഷ്യൽ സർവീസ് ഫോറം എന്ന് പറയുന്നൊരു ബോഡിയുണ്ട്. അതായത് കത്തോലിക്ക രൂപതകളുടെ എല്ലാ സോഷ്യൽ സർവീസ് വിഭാഗങ്ങളുടെയും സംസ്ഥാന ഒരു അപെക്സ് ബോഡിയാണ്. അതിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ മാവുങ്കൽ അച്ഛൻ ജേക്കബ് മാവുങ്കൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വിവിധ രൂപതകളുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി, താമരശ്ശേരി രൂപതയിലെ, അതുപോലെ തന്നെ ബത്തേരിയിലേത് COD, അതുപോലെ തന്നെ കോഴിക്കോട് രൂപതയുടെ ജീവനം, മാനന്തവാടി രൂപതയുടെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, ഇവരെല്ലാം ചേർന്ന് വളരെ ഐക്യത്തോടുകൂടി കൃത്യമായ പ്ലാൻ, കാരിത്താസ് ഇന്ത്യ. അപ്പൊ ഇത്തരം, അതുപോലെ തന്നെ മറ്റ് സന്യാസ സമൂഹങ്ങളുണ്ട്, എല്ലാ സന്യാസ സമൂഹങ്ങളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തോട്, ഒരു ദുരന്ത മുഖത്ത് നിന്ന വിലങ്ങാട്ടെയും വയനാട്ടിലെയും സമൂഹത്തോട് കൃത്യമായ പ്രതിബദ്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംവിധാനം, സഭാ സംവിധാനം കത്തോലിക്ക സഭ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പൊതുസമൂഹം കുറച്ചുകൂടി കണ്ണു തുറന്ന് കാണണം. ഈ വിമർശിക്കുന്നവര് നേരെ വിലങ്ങാടേക്കൊന്ന് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.